Hi friends, welcome back to our class. Today I am going to discuss Unit 5, that is Vocabulary and Grammar for Academic Writing. Vocabulary and Grammar for Academic Writing. In this chapter, it is discussing that the appropriate vocabulary and grammatical expressions for your academic writing. ഈ ചാപ്റ്ററിൽ നിങ്ങളുടെ അക്കാഡമിക് റൈറ്റിങ്ങിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട വൊക്കാബുലറീസ്, നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത വൊക്കാബുലറീസ്, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ആൻഡ് ഗ്രമാറ്റിക്കൽ പാറ്റേൺസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് മീ മൂവ് into the first topic of this chapter, that is revising words and sentences. നിങ്ങളുടെ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ വേർഡ്സിനെയും സെൻറ്റൻസസിനെയും ഒക്കെ റിവൈസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു റൈറ്റിംഗ് സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ, ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇംപ്രഷൻ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ നമ്മളത് എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് വൈൽ ടോക്കിംഗ് യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ഇറ്റ്. ബട്ട് വെൻ ആൻ അസൈൻമെൻറ്റ് ഇസ് സബ്മിറ്റഡ് വിത്ത് ഫോൾട്ടി സെൻറ്റൻസസ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് വൊക്കാബുലറി യു കാൺട്ട് മേക്ക് കറക്ഷൻസ്. Inappropriately written work will show your education was faulty. അതുകൊണ്ട് തന്നെ ഏതൊരു ഫോമൽ വർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് റിവിഷൻ ആൻഡ് എഡിറ്റിംഗ് അത്യാവശ്യമാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൽ ഇൻവോൾവ് ആയിരിക്കും? ഇംപ്രൂവിങ് ദ വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്, ഇംപ്രൂവിങ് ദ ടോൺ ഓഫ് യുവർ സെൻറ്റൻസ് ആൻഡ് ഓൾ. ഇങ്ങനെ നിങ്ങളുടെ പാരഗ്രാഫ്സ് എല്ലാം ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണ്? Ensure your vocabulary is appropriate. You have to make sure your vocabulary is appropriate. നിങ്ങൾ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി, നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അപ്രോപ്രിയേറ്റ് ആണ്, നിങ്ങളുടെ ടോപ്പിക്കിന് വളരെ സ്യൂട്ടബിൾ ആയ രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ്, അവോയ്ഡ് കൺവെർസേഷണൽ സ്റ്റൈൽ, കൊളോക്കിയലിസം ആൻഡ് സ്ലാങ്സ്. നിങ്ങളുടെ റൈറ്റിങ്സിൽ കൺവെർസേഷണൽ സ്റ്റൈൽ, അതായത് പാരമ്പര്യമായ രീതി, ശീലിച്ചു പോരുന്ന രീതികൾ, കൊളോക്കിയലിസം, കൊളോക്കിയൽ സ്ലാങ്സ്, ഇതൊന്നും കൊണ്ടുവരാതിരിക്കുക. ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്ന രീതികളാണ്, കോൺവെർസേഷൻ ചെയ്യുന്ന രീതികളാണ്, അതൊന്നും കൊണ്ടുവരാതിരിക്കുക. നെക്സ്റ്റ്, യൂസ് സെൻറ്റൻസസ് ഓഫ് വേരിയിങ് ലെങ്ത്സ്, വേർഡ് ഓർഡർ ആൻഡ് ടൈപ്സ്. നിങ്ങൾ ഡിഫറെൻറ്റ് ലെങ്ത്സിലുള്ള, ഡിഫറെൻ്റ് ആയിട്ട് വേർഡ് ഓർഡേഴ്സ് ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് സെൻറ്റൻസസ് എല്ലാം യൂസ് ചെയ്യുക, ഒരേപോലെ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അവോയ്ഡ് റിഡൻഡൻറ്റ് എക്സ്പ്രഷൻസ്, ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻസ്, പ്രയോഗങ്ങൾ, വാക്കുകളും ഒക്കെ എടുത്ത് ഒഴിവാക്കുക. പാരലലിസം യൂസ് ചെയ്യുക. പാരലലിസം എന്താണെന്ന് വഴിയെ നമുക്ക് പറയാം. യൂസ് പാരലലിസം. പിന്നെ മെയിൻറ്റെയിൻ ദ ടെൻസ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെൻസ്, ഏത് ടെൻസാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ദെൻ റിമൂവ് വീക്ക് ഫ്രേസസ് ആൻഡ് യൂസ് സ്ട്രോങ് വേർബ്സ്. വീക്ക് ഫ്രേസസ് എല്ലാം ഒഴിവാക്കി സ്ട്രോങ് വേർബ്സിനെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാരഗ്രാഫ് വളരെ ഇഫക്റ്റീവായിരിക്കും. ഓക്കെ, ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ്. വെൻ യു റൈറ്റ് സംതിങ് യു ആർ മേക്കിംഗ് എ പെർമനൻറ്റ് ഇംപ്രഷൻ. It is therefore necessary to take extra care not to take any mistake in your writing. If you make a mistake while talking, you can immediately correct it. But when an assignment is submitted with faulty sentences and inappropriate vocabulary, you can't make corrections. To make your paragraph effective, you can do something like ensure your vocabulary is appropriate, avoid conversational style, colloquialism and slangs, use sentences of varying lengths, word order and types,
Avoid redundant expressions, use parallelism, maintain the tense, and remove weak phrases and use strong verbs. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടെ നിങ്ങളുടെ അക്കാഡമിക് റൈറ്റിംഗ്സ് ആൻഡ് ദ പാരഗ്രാഫ്സ് വിൽ ബി ഇഫക്റ്റീവ്. ഓക്കെ. അപ്പം നമ്മൾ വേർഡ്സിനെയും സെൻറ്റൻസസിനെയും റിവൈസ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ് പറഞ്ഞത്. ഇനി നമുക്ക് വൊക്കാബുലറി ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിൽ വൊക്കാബുലറിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. വൊക്കാബുലറി മീൻസ് വേർഡ്സ്. നിങ്ങൾ എഴുതുമ്പോൾ അതിൽ വേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ആൻ എസ്സേ ദ സെലക്ഷൻ ഓഫ് വേർഡ്സ് ഇസ് ക്രൂഷ്യൽ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന വേർഡ്സിനെ സെലക്ട് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ഷുഡ് നോ അൺനെസസറി വേർഡ്സ് ഇൻ യുവർ സെൻറ്റൻസസ്. ഒരിക്കലും അൺനെസസറി വേർഡ്സ് ഒന്നും നിങ്ങളുടെ സെൻറ്റൻസസിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. യു ഷുഡ് അവോയ്ഡ് ഓവർ സ്റ്റേറ്റിംഗ് ആൻഡ് എക്സാജറേറ്റിംഗ്. എക്സാജറേറ്റ് ചെയ്യുന്നതും ഓവർ സ്റ്റേറ്റ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ ഒഴിവാക്കണം. പിന്നെയോ അറ്റ് ദ സെയിം ടൈം യു ഷുഡ് നോട്ട് അണ്ടർസ്റ്റേറ്റ് ഓർ ഡൗൺ പ്ലേ എനിത്തിങ് ഇമ്പോർട്ടൻറ്റ്. ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കണം. അതേസമയം ഇമ്പോർട്ടൻ്റ് ആയതൊന്നും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ ഏത് തരത്തിലുള്ള വൊക്കാബുലറിയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കുറച്ച് സജഷൻ പറയാം. ഫസ്റ്റ് വൺ, ഫെമിലിയറൈസ് യുവർ സെൽഫ് വിത്ത് ദ വേർഡ് ലിസ്റ്റഡ് ഇൻ ദ AWL to achieve the desired structure, seriousness, tone and standard. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം അക്കാഡമിക് വേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ. എന്താണ് ഈ അക്കാഡമിക് വേർഡ് ലിസ്റ്റ്? നമുക്കറിയാം പല റൈറ്റേഴ്സും കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സർട്ടൻ വേർഡ്സ് ഉണ്ട്. ദീസ് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ആർ റെഫേർഡ് ടു ആസ് AWL, ദാറ്റ് ഈസ് അക്കാഡമിക് വേർഡ് ലിസ്റ്റ്. ഇത്തരം വാക്കുകളാണ് AWLൽ കാണിക്കുന്നത്. ഇതിലൊരിക്കലും ടെക്നിക്കൽ ടേംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം 5.1 എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ. അതിൽ അനാലിസിസ്, അപ്രോച്ച്, ഏരിയ, അസസ്മെൻറ്റ്, എസ്യൂം, അതോറിറ്റി, അവൈലബിൾ, ബെനഫിറ്റ്, കോൺസെപ്റ്റ്, കൺസിസ്റ്റൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ, ഇങ്ങനെയുള്ള കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ആ വേർഡ്സിനെ നന്നായിട്ട് ഫെമിലിയറൈസ് ചെയ്യുക. അങ്ങനെയുള്ള വേർഡ്സ് വേണം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്യാൻ. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഡിസയേർഡ് സ്ട്രക്ചറായി കിട്ടും, സീരിയസ്നെസ് ഉണ്ടായിരിക്കും, നല്ല ടോൺ ഉണ്ടായിരിക്കും, സ്റ്റാൻഡേർഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം അവോയ്ഡ് ഇൻഫോർമൽ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. ഇൻഫോർമൽ വേർഡ്സും എക്സ്പ്രഷൻസും എല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കണം. അത്യാവശ്യമുള്ളത് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തതിനെ അവോയ്ഡ് ചെയ്യുക. ഏതൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൊക്കാബുലറീസ് ഏതൊക്കെയാണെന്നും 5.2 എന്ന ടേബിളിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സും നിങ്ങൾ പഠിക്കുക. അപ്പോൾ രണ്ട് ടേബിളും നോക്കുമ്പോൾ അപ്രോപ്രിയേറ്റ് ആയ വേർഡ്സ് ഏതൊക്കെയാണ്, ഇനപ്രോപ്രിയേറ്റ് ആയ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ നിങ്ങൾ യൂസ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ടു ലിങ്ക് യുവർ ഐഡിയാസ് ആൻഡ് സിഗ്നൽ ട്രാൻസിഷൻസ്. നിങ്ങളുടെ റൈറ്റിങ്സിലേക്ക് ഐഡിയാസ് കൂട്ടിച്ചേർക്കാൻ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കാനൊക്കെ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത്. എന്താണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്? ഇൻ ലിംഗ്വിസ്റ്റിക്സ് the term discourse refers to a unit of language longer than a sentence. ലിംഗ്വിസ്റ്റിക്സിൽ എന്താണ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ? എ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ലോങ്ങർ ദാൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിനേക്കാളും കൂടുതലുള്ള എഴുത്ത്, അതാണ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ. ഒന്നിൽ കൂടുതൽ സെൻറ്റൻസസ് ഉണ്ടായിരിക്കും. എ ഡിസ്കോഴ്സ് മേ ബി എ ഷോർട്ട് കോൺവെർസേഷൻ ഓഫ് 3 or utterances or as long as a novel. ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആവാം, നോവലാവാം, whatever it is. When you speak or write, you are some expressions. You can use some expressions to connect ideas, to emphasize, to clarify, to deviate and to link
what you have already mentioned and what you are going to mention. നിങ്ങളൊരു അക്കാഡമിക് റൈറ്റിംഗ് എഴുതുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയാസ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം, ഐഡിയാസിനെ എംഫസൈസ് ചെയ്യാൻ, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനെ വീണ്ടും ക്ലാരിഫൈ ചെയ്യാൻ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോവാൻ, നിങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യങ്ങളെ ലിങ്ക് ചെയ്യാൻ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മെൻഷൻ ചെയ്യാൻ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഐഡിയാസ്, എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. സച്ച് എക്സ്പ്രഷൻസ് ആർ കോൾഡ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. സച്ച് എക്സ്പ്രഷൻസ് ആർ കോൾഡ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. They are called by various names. പല പേരുകളിൽ ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സിനെ വിളിക്കുന്നുണ്ട്. ലൈക്ക് സെൻറ്റൻസ് കണക്ടേഴ്സ്, ലിങ്കിങ് വേർഡ്സ്, ലിങ്കിങ് ഫ്രേസസ്, ട്രാൻസിഷൻ സിഗ്നൽസ്, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. there are many discourse markers. Some of them are used in informal conversation, while others are used in formal writing and speech. And proper use of discourse markers will help you to make your communication better. Right? ഡിസ്കോഴ്സ് മാർക്കേഴ്സിൽ ഏതൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 5.5, 5.6 ടേബിൾസിൽ കൊടുത്തിട്ടുണ്ട്. അതും വേർഡ്സ് നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്യണം. ഓക്കെ. In academic writings, it becomes essential to use discourse markers to arrange our ideas and arguments logically. Logically, നമ്മുടെ ഐഡിയാസ് ആൻഡ് ആർഗ്യുമെൻസിനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ ഡിസ്കോഴ്സ് മാർക്കേഴ്സിൻ്റെ യൂസേജ് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. എന്തിനൊക്കെ നമ്മൾ ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത് സീക്വൻസിങ് ഐഡിയാസ്. എന്തിനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഐഡിയാസിന് സീക്വൻസേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഡറിൽ അതിനെ എഴുതാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ബാലൻസിങ് കോൺട്രാസ്റ്റിംഗ് പോയിൻറ്റ്സ്, കോൺട്രാസ്റ്റിംഗ് പോയിൻറ്റ്സിൻ്റെ ബാലൻസ്, അതായത് കാര്യങ്ങളിലൊരു വ്യത്യസ്ത കാര്യങ്ങളിൽ കോൺട്രാസ്റ്റിംഗ് പോയിൻറ്റ്സിൽ നല്ല ബാലൻസിങ് ആയിട്ട് വ്യത്യസ്ത കാര്യങ്ങൾ എഴുതാൻ നമുക്ക് പറ്റും. പിന്നെ പുതിയ ഒരു ഐഡിയ, ഒരു ന്യൂ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഗിവിങ് കൺസെഷൻസ്, അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒഴിവ് കഴിവുകളൊക്കെ ഉണ്ടോ അത് എടുത്തു കാണിക്കാൻ കൺസെഷൻസ് തരാൻ ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ എംഫസൈസിങ്, ക്ലാരിഫൈയിങ് സംതിങ് and softening a point, presenting a counter argument, changing a subject, dismissing a previous argument, adding, persuading, structuring, generalizing, giving examples, clarifying points, summing up a conclusion. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഡിസ്കോഴ്സ് മാർക്കർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് നമുക്ക് എവിടെ വേണേലും യൂസ് ചെയ്യാം. മോസ്റ്റ്ലി ഇൻ ദ ബിഗിനിങ് ഓർ മിഡിൽ. പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ബിഗിനിങ്ങിലായിരിക്കും ഓർ മിഡിൽ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന 5.5, 5.6 എന്ന് പറയുന്ന ടേബിള്, അതിലുണ്ട് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കംപ്ലീറ്റ്നെസ് ഓഫ് സെൻറ്റൻസ്. നിങ്ങൾ എഴുതുന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ആണോ അല്ലയോ എന്നറിയണം. അങ്ങനെ ശ്രദ്ധിക്കാൻ 2 കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. നമ്മുടെ സെൻറ്റൻസസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം എഴുതാൻ. ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സെൻറ്റൻസിനെയോ തൊട്ടടുത്ത വേർഡ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെയുള്ള സെൻറ്റൻസസിനെ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് എന്നും, എന്നാൽ ഒരാളുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലോസുകളെ നമുക്ക്
ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ അതിന് മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ക്ലോസസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വെൻ ഐ വാസ് അറ്റ് ദ സ്കൂൾ ഐ ഫെൽ എ സ്ലീപ്പ് എന്ന സെൻറ്റൻസ് നിങ്ങൾ നോക്കിക്കേ. വെൻ ഐ വാസ് അറ്റ് ദ സ്കൂൾ, ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ ഐ ഫെൽ എ സ്ലീപ്പ്, എനിക്ക് ഉറക്കം വന്നു. ദെൻ വെൻ ഐ വാസ് അറ്റ് സ്കൂൾ, ഞാൻ സ്കൂളിൽ ആയിരുന്നപ്പോൾ, അതൊരു മീനിങ് കംപ്ലീറ്റ് അല്ല ഇറ്റ് സെൽഫ്. എന്നാൽ ഐ ഫെൽ എ സ്ലീപ്പ് എന്നുള്ളത് കൂടെ കൂടുമ്പോഴാണ് അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ആ സെൻറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദിസ് ഈസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസ് ഐ ഫെൽ എ സ്ലീപ്പ് എന്നുള്ളത് എനിക്ക് ഉറക്കം വന്നു എന്ന് പറഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് അതിനെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നും വിളിക്കാം. ഫ്രാങ്ക്ലി മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മീനിങ് കംപ്ലീറ്റ് ആക്കുന്ന സെൻറ്റൻസിന്, ക്ലോസിന് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്നും, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നും വിളിക്കും. സോ നമ്മളുടെ സെൻറ്റൻസസ് കംപ്ലീറ്റ് ആണോ, അതിൻ്റെ കംപ്ലീറ്റ്നെസ് വരുത്താൻ വേണ്ടി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൈവേഴ്സിഫൈ സെൻറ്റൻസസ്. നമ്മുടെ സെൻറ്റൻസ് വളരെ ഡൈവേഴ്സിറ്റി ഉള്ളതായിരിക്കണം, വൈവിധ്യങ്ങളുള്ളതായിരിക്കണം. യു നോ, ഇൻ അക്കാഡമിക് റൈറ്റിംഗ് വി ഷുഡ് യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് like simple, complex, compound and compound complex sentences in order to vary their lengths. Different lengthലുള്ള ഡിഫറെൻറ്റ് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയാണത്? ദിസ് വുഡ് അവോയ്ഡ് മൊണോട്ടോണി, ഒരേപോലെയുള്ള ഒരു ടോൺ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എഴുത്തിൽ വൈവിധ്യം കൊണ്ടുവരാൻ, ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നിങ്ങളുടെ റൈറ്റിങ്ങിൽ ഫ്രാഗ്മെൻറ്റ്സ് ഇല്ലാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് എ സബ്ജക്റ്റ് ഓർ വേർബ് മൈറ്റ് ബി മിസ്സിങ്. എപ്പോഴേലും സബ്ജക്റ്റിലുള്ള വേർബോ അല്ലെങ്കിൽ സബ്ജക്റ്റോ ഒക്കെ മിസ്സായി പോകുമ്പോഴാണ് അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആവാതിരിക്കുന്നത്. അങ്ങനെയുള്ള സെൻറ്റൻസസിനെ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെയുള്ള ഫ്രാഗ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റ് ടു വേർബ് എഗ്രിമെൻറ്റ്. എപ്പോഴും സബ്ജക്റ്റും വേർബും തമ്മിൽ, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റും വേർബും തമ്മിൽ ഒരു പെർട്ടിക്കുലർ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. which is if the subject is singular, the verb should be singular. If the subject is plural, verb should be plural എന്നുള്ളതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ 2 സെൻറ്റൻസസ് പറയാം. The man who is standing in the queue is my brother. The man, ഒരു കോമയിട, who standing in the queue is my brother. The man എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് വന്നത് the man who standing in the queue is എന്നുള്ളത് വന്നു. is my brother. അവിടെ വേർബ് is ആണ്. man എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് is എന്ന സിംഗുലർ വേർബ് വന്നു. എന്നാൽ മറ്റൊരു എക്സാമ്പിൾ പറയാം. Students are completing the work. Students are completing the work. Students എന്നുള്ളത് പ്ലൂറലാണ്, അതുകൊണ്ട് ആർ എന്ന് പറയുന്ന പ്ലൂറൽ വേർബ് വെച്ചു. ഓക്കെ, ഇതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എഴുതുന്ന സബ്ജക്റ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർബാണോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞത് കൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ടെൻസസ്. യു ഹാവ് ടു യൂസ് ദ അപ്രോപ്രിയേറ്റ് ടെൻസസ് കൺസിസ്റ്റൻ്റ്ലി എന്നാണ്. To maintain logical sequence and readability, it is important to keep tenses consistent in your writing assignment.
നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെൻസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഫസ്റ്റ് ഒരു ടെൻസ് യൂസ് ചെയ്യുന്നു, സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നു, പിന്നീട് അത് പാസ്റ്റിലേക്ക് മാറുന്നു, കുറച്ച് കഴിഞ്ഞ് വീണ്ടും പ്രസൻറ്റിലേക്ക് മാറുന്നു, പിന്നീട് അത് ഫ്യൂച്ചറിൽ പോകുന്നു. ഇങ്ങനെ ഇൻകൺസിസ്റ്റൻ്റ് ആവാൻ പാടില്ല. യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ് ഇൻ ദ കേസ് ഓഫ് ടെൻസസ്. However, shifting of tenses is allowed if the time frame of your subject matter change. ഇങ്ങനെ ടെൻസിൻ്റെ ഷിഫ്റ്റിംഗ് നമുക്ക് അലൗഡ് ആണ്. എപ്പോഴാണത്? ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം. ഇഫ് ദ ടൈം ഫ്രെയിം ഓഫ് യുവർ സബ്ജക്റ്റ് മാറ്റർ ചേഞ്ച്, നിങ്ങളുടെ സബ്ജക്റ്റ് മാറ്ററിൻ്റെ ടൈം ഫ്രെയിം മാറുന്നുണ്ടെങ്കിൽ മാത്രം, ആവശ്യാനുസരണം മാത്രം ചേഞ്ച് ചെയ്യുക എന്നല്ലാതെ ആവശ്യമില്ലാതെ ടെൻസസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളിക്കാൻ പാടില്ല. യു ഹാവ് ടു യൂസ് ടെൻസസ് കൺസിസ്റ്റൻ്റ്ലി ഇൻ യുവർ അക്കാഡമിക് റൈറ്റിംഗ് ഓർ അസൈൻമെൻറ്റ്സ്. ഓക്കെ, കൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ദ പാസ്റ്റ് ടെൻസസ് മോർ സ്യൂട്ടബിൾ ഫോർ നെറേറ്റീവ്സ്. നിങ്ങളുടെ എസ്സേ നെറേറ്റീവ് ചെയ്യാൻ, നറേഷൻ ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ദി പാസ്റ്റ് ടെൻസ് ഇസ് മോർ സ്യൂട്ടബിൾ ഫോർ നെറേറ്റീവ്സ്. എന്നാൽ അനാലിസിസ് ആണെങ്കിലോ പ്രസൻറ്റ് ടെൻസ് ഇസ് മോർ അപ്രോപ്രിയേറ്റ്. റൈറ്റ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാരലലിസമാണ്. എന്താണ് പാരലലിസം? പാരലലിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, academic writers are expected to use parallel paragraphs in their essays. Parallelism is a stylistic feature in which where ideas are presented using grammatically similar or structurally identical words and expressions. Academic writers എപ്പോഴും എസ്സേകളിൽ പാരലൽ പാരഗ്രാഫുകൾ യൂസ് ചെയ്യണം. പാരലലിസം എന്ന് പറയുന്നത് റൈറ്റിങ്സിലോ ഒരു പെർട്ടിക്കുലർ സ്റ്റൈലാണ്, രീതിയാണ്. ഇവിടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഗ്രാമറിലും സ്ട്രക്ചറിലുമൊക്കെ ഒരേപോലെ സെയിം ആയിട്ടുള്ള വേർഡ്സും എക്സ്പ്രഷൻസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പാരലലിസം, പാരലലായിട്ടുള്ള യൂസേജ്, സെയിം ആയിട്ട് ഒരു വേർഡ് പറഞ്ഞാൽ അതേ മീനിങ് പോലെ തന്നെയുള്ള വേർഡ്സ് വരുന്ന എക്സ്പ്രഷൻസ്. നമ്മൾ ഈ വേർഡ്സിൻ്റെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഒരേ ഗ്രാമാറ്റിക്കൽ ടൈപ്പിൽ പെടുന്ന വേർഡ്സ് വേണം എഴുതാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾസ്, ദ പോം, ഞാൻ പറയുന്ന സെൻറ്റൻസ് ശ്രദ്ധിക്കണേ. ദ പോം ഈസ് ലിറിക്കൽ, ലോങ്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് മീനിങ്ഫുൾ. ദ പോം ഈസ് ലിറിക്കൽ, ലോങ്, ഇൻട്രസ്റ്റിംഗ്, മീനിങ്ഫുൾ. ഈ 4 വേർഡ്സും അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഒരേ ടൈപ്പ് ഗ്രാമാറ്റിക്കൽ പാർട്ടാണ്. മറ്റൊരു സെൻറ്റൻസ്, കിരൺ വർക്ക്ഡ് enthusiastically, consistently and evenly. enthusiastically, consistently, evenly, ഈ 3 adverbs ആണ്. മറ്റൊരു സെൻറ്റൻസ്, ക്രിയേറ്റ്, സസ്റ്റെയിൻ, എക്സ്പ്ലോർ ആൻഡ് എക്സ്പാൻഡ് യുവർ പ്രൊഫഷണൽ നെറ്റ്വർക്ക്. ഇതിൽ ക്രിയേറ്റ്, സസ്റ്റെയിൻ, എക്സ്പ്ലോർ ആൻഡ് എക്സ്പാൻഡ് ഈ 4 വേർഡ്സും വേർബ്സ് ആണ്. ഇങ്ങനെ ഒരേ ഗ്രാമറിൽ ഒരേപോലെയുള്ള സ്ട്രക്ചറിൽ വരുന്ന വാക്കുകളും പ്രയോഗങ്ങളുമാണ് പാരലലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരലൽ വേർഡ്സ്, പാരലൽ പാരഗ്രാഫ്സ്, പാരലൽ സെൻറ്റൻസസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനാണ് പാരലലിസം എന്ന് പറയുന്നത്. ഇതെപ്പോഴും നമ്മുടെ എസ്സേയിൽ, നമ്മൾ അസൈൻമെൻറ്റിലൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. പാരലലിസം ഈസ് നോട്ട് ആൻ ഇഷ്യൂ വിത്ത് സിംഗിൾ സെൻറ്റൻസസ് അലോൺ. ഒരു സെൻറ്റൻസിൽ മാത്രം, ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പാരലലിസം എന്ന് പറയുന്നത്. ഇറ്റ് അപ്ലൈസ് ടു ദ ടോട്ടാലിറ്റി ഓഫ് യുവർ അക്കാഡമിക് വർക്ക്. ഓക്കെ, ഇറ്റ് ബ്രിങ്സ് ലോജിക്കൽ ഓർഡറിങ് അറ്റ് ദ വൊക്കാബുലറി, സെൻറ്റൻസ് ആൻഡ് പാരഗ്രാഫ് ലെവൽസ്. ഒരു ലോജിക്കൽ ഓർഡറിങ് കൊണ്ടുവരാൻ ഈ പാരലലിസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാരലൽ സെൻറ്റൻസസ്, പാരലൽ വൊക്കാബുലറീസ്, പാരലൽ വേർഡ്സ്, പാരലൽ പാരഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അവോയ്ഡിങ് വേർഡിനെസ്. നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ വേർഡിനെസ് അതിൽ ഒഴിവാക്കിയിരിക്കണം. എന്താ വേർഡിനെസ്? വേർഡിനെസ് മീൻസ് the imperfection caused by the use of more words than the meaning demands.
ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് വേർഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള വേർഡ്നെസ് നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കണം. When we try to transfer our thoughts and ideas into writing, we often end up with using more words than necessary. നമ്മളൊരു കാര്യം തീർക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള വേർഡ്നെസ് നമ്മൾ ഒഴിവാക്കിയിരിക്കണം. വേർഡ്നെസ് ഈസ് വൺ ഓഫ് ദ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് ഒരു ബാരിയറാണ് വേർഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എലിമിനേറ്റ് ചെയ്യാൻ. ഹൗ ടു എലിമിനേറ്റ് വേർഡ്നെസ്? വൺ ഇമ്പോർട്ടൻറ്റ് വേ ടു എലിമിനേറ്റ് വേർഡ്നെസ് ഈസ് യൂസിങ് ദ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന നിങ്ങളുടെ ഡിസിപ്ലിനിലുള്ള ലാംഗ്വേജ്, അതിലുള്ള യൂസേജ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും ഈ വേർഡ്നെസ്സിനെ? യൂസ് സിംഗിൾ വേർഡ്സ് ഇൻ പ്ലേസ് ഓഫ് ലോങ് ഫ്രേസസ്. ലോങ് ഫ്രേസസിന് പകരം അതേ മീനിങ് വരുന്ന സിംഗിൾ വേർഡ്സ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി എന്നുള്ള ക്ലോസിന് പകരമായിട്ട് നിയർ എന്നുള്ള വാക്ക് വെച്ച് കൊടുക്കുക. അതേപോലെ ഈസ് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് എന്നതിന് പകരം നമുക്ക് നോസ് എന്ന് കൊടുക്കാം. ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് എന്നതിന് പകരം ബിക്കോസ് എന്ന് കൊടുക്കാം. ഇങ്ങനെ ലോങ് ഫ്രേസസിന് പകരം അതേ മീനിങ് വരുന്ന സിംഗിൾ വേർഡ്സ് യൂസ് ചെയ്യാം. ഇതിലൂടെ നമുക്ക് വേർഡിനെസ് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ്, അവോയ്ഡ് റിഡൻഡൻറ്റ് എക്സ്പ്രഷൻസ് ലൈക്ക് അഡ്വാൻസ്, റിസർവേഷൻ, മീറ്റ് ടുഗെദർ, ഡിറക്റ്റ് കൺഫണ്ടേഷൻ, യൂഷ്വൽ, കസ്റ്റം, റിപ്പീറ്റ് അഗെയിൻ എക്സെട്ര. ഇതുപോലെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻസൊക്കെ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അവോയ്ഡ് സെൻറ്റൻസ് ഓപ്പണേഴ്സ് ലൈക്ക് ഇറ്റ് ഈസ്, ദർ ആർ, ദർ ഈസ്, ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസ് ഓപ്പണേഴ്സിനെ നമ്മൾ ഒഴിവാക്കുക. ദെൻ അവോയ്ഡ് വീക്ക് ആൻഡ് വേർഡി വേർബ് ലൈക്ക് കം ടു എ കൺക്ലൂഷൻ, മേക്ക് എ ഡിസിഷൻ എന്നൊക്കെയുള്ള വേർഡി വേർബ്സ് എല്ലാം ഒഴിവാക്കിയിട്ട് കൺക്ലൂഡ്, ഡിസൈഡ് എന്നൊക്കെയുള്ള വേർഡ്സ് അവിടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് വേർഡിനെസ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റെഡ്യൂസ് ദ യൂസ് ഓഫ് ദാറ്റ്, ഹൂം ആൻഡ് വിച്ച്, ഐ സോ യെസ്റ്റർഡേ എന്നൊക്കെയുള്ള, ദറ്റ് ഈസ് ദ ബോയ് ഹൂം ഐ സോ യെസ്റ്റർഡേ എന്ന് നമ്മൾ പറയുവാണെങ്കിൽ അവിടെ ഹൂം എന്നുള്ള ആവശ്യമില്ലാത്ത യൂസേജ് വന്നു അല്ലേ. ഇങ്ങനെ റിലേറ്റീവ് പ്രൊനൗൺസ് ഹൂം, വിച്ച് എന്നൊക്കെയുള്ള ആവശ്യമില്ലാത്ത റിലേറ്റീവ് പ്രൊനൗൺസൊക്കെ നമ്മൾ ഒഴിവാക്കുക, റെഡ്യൂസ് ചെയ്യുക. പിന്നീട് ചെയ്യാൻ പറ്റുന്നത് എലിമിനേറ്റ് അൺനെസസറി ക്വാളിഫയേഴ്സ് ആൻഡ് ഇൻറ്റൻസിഫയേഴ്സ്. ആവശ്യമില്ലാത്ത ക്വാളിഫയേഴ്സും ഇൻറ്റൻസിഫയേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ, വെരി, ക്വയറ്റ്, ജസ്റ്റ്, മച്ച് ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഒഴിവാക്കുക. ലാസ്റ്റ് വൺ, സിംപ്ലിഫൈ യുവർ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്. നിങ്ങളുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എപ്പോഴും സിംപ്ലിഫൈ ചെയ്യുക, സിമ്പിളാക്കി എഴുതാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ വേർഡിനെസ് ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിവൈസിങ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. എങ്ങനെയാണ് നമ്മുടെ അക്കാഡമിക് റൈറ്റിങ്ങിലെ എസ്സേയിലെ വേർഡ്സിനെയും സെൻറ്റൻസസിനെയും റിവൈസ് ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്യേണ്ടത്. കാരണം യു നോ ദാറ്റ് വെൻ യു റൈറ്റ് സംതിങ് യു ആർ മേക്കിംഗ് എ പെർമനൻറ്റ് ഇംപ്രഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എക്സ്ട്രാ കെയർ, അതിൽ മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാൻ ഒരു എക്സ്ട്രാ കെയർ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ്: എൻഷുർ യുവർ വൊക്കാബുലറി ഈസ് അപ്രോപ്രിയേറ്റ്, അവോയ്ഡ് കോൺവെർസേഷണൽ സ്റ്റൈൽ, കൊളോക്കിയലിസം ആൻഡ് സ്ലാങ്സ്, യൂസ് സെൻറ്റൻസസ് ഓഫ് വേരിയിങ് ലെങ്ത്സ്, വേർഡ് ആൻഡ് വേർഡ് ഓർഡർ ആൻഡ് ടൈപ്സ്, അവോയ്ഡ് റിഡൻഡൻറ്റ് എക്സ്പ്രഷൻസ്, യൂസ് പാരലലിസം ആൻഡ് മെയിൻറ്റെയിൻ ദ ടെൻസ്. പിന്നെ നമ്മൾ പറഞ്ഞത് റിമൂവ് വീക്ക് ഫ്രേസസ് ആൻഡ് യൂസ് സ്ട്രോങ് വേർബ്സ്. ദെൻ അക്കാഡമിക് വേർഡ് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഡിസ്കോഴ്സ് മേക്കേഴ്സ് ആൻഡ് ഡിസ്കോഴ്സ് മാർക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞു. കംപ്ലീറ്റ്നെസ് ഓഫ് ദി സെൻറ്റൻസ്, ഫ്രാഗ്മെൻറ്റ്സ്, ഡൈവേഴ്സിഫൈ ഓഫ് ദ സെൻറ്റൻസ്, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, കൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ടെൻസസ്, പാരലലിസം
ആൻഡ് വേർഡിനെസ്. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഐ ഹോപ്പ് ദാറ്റ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് വെരി വെൽ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ടേബിൾസ്, അതിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഒക്കെ ഫെമിലിയറൈസ് ചെയ്യുക. അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് എനഫ് ഫോർ ദിസ് സെഷൻ ആൻഡ് വി വിൽ മീറ്റ് അഗെയിൻ with a new topic on the next class. Okay, bye.